ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം അതെന്താണ്? ഹായ് എവ്രിവൺ. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ടൈം തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ സമയത്തെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പല രീതിയിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം നമ്മുടെ ടൈം മാനേജ്മെന്റ്? ശരിക്കും ടൈം മാനേജ്മെന്റ് എന്നൊരു വേർഡ് കറക്റ്റ് ആണോ? ഒരിക്കലുമല്ല. ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയേയില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റികളെ. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്നുള്ള വേർഡ് നമുക്ക് മാറ്റിയിട്ട് ആക്ടിവിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഒരു പേര് നമുക്ക് വെച്ചു കൊടുക്കാം. എങ്ങനെയാണ് നമ്മുടെ സമയത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇന്ന് എനിക്ക് എന്തൊക്കെ ടാസ്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. ജസ്റ്റ് വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, തിങ്ക് ഇറ്റ് ഓൺ പേപ്പർ. നമ്മൾ ആ പേപ്പറിൽ ഒന്ന് എഴുതി വെക്കുക, ഇന്ന് എന്തൊക്കെ ഞാൻ ചെയ്യും, ഏതിനാണ് ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏതിനാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. മറ്റൊരു കാര്യം, എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ തന്നെ, ചെയ്യേണ്ട കാര്യങ്ങളിൽ തന്നെ മുൻഗണന കൊടുക്കുക. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് വന്നു, നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം വന്ന മെസ്സേജ് ആദ്യം നോക്കട്ടെ എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ ചിന്തിക്കുന്നത് ഏതാണോ നമുക്ക് നോക്കേണ്ട മെസ്സേജ്, ആരുടെ മെസ്സേജ് ആണോ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൂടുതലായിട്ട്, അത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യും. അർജന്റുള്ള മെസ്സേജുകൾ അയച്ചവരുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മുൻഗണന നിശ്ചയിക്കണം. ഏത് കാര്യം ആദ്യം ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് നമുക്ക് മാറ്റിവെക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മുടെ ഈ കാര്യങ്ങൾ. അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏത് കാര്യത്തിനെയും ഷെഡ്യൂൾ ചെയ്യാനുള്ളത്. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെയ്യണം നിർബന്ധമില്ലാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഒരു ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ഈ സമയപരിധിക്കുള്ളിൽ ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയം നമ്മൾ വെക്കണം. അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതും നമ്മുടെ ആക്ടിവിറ്റി മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതിന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു വീട്ടിൽ പല ജോലികളും ഉണ്ടാവും. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും പോസിബിൾ അല്ല. പോസിബിൾ ആയാലും ചെയ്യുന്ന ആള് ഓവർ ടെൻഷനിൽ ഓവർ വർക്ക് ലോഡായിട്ട് മാറുക ചെയ്യാം. നേരെ മറിച്ച് അത് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മറ്റുള്ളവരെയും ഏൽപ്പിച്ച് നമ്മൾ ഒന്നിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ലോഡ് ഉണ്ടാവുകയില്ല. ഏറ്റെടുത്തത് എന്താണോ, നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണോ, അത് ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. നമ്മളെ വർക്കിംഗ് സ്പേസിലും നമ്മുടെ ഫാമിലി സ്പേസിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റും. നമ്മൾ തന്നെ പങ്കെടുക്കണം, നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഡെലിഗേറ്റ് ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. മറ്റൊരു കാര്യം, എലിമിനേറ്റ് ചെയ്യാനാണ്. കണ്ടോ, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ മറ്റു ഒരുപാട് സമയം ചെലവഴിക്കും. അപ്പൊ ഇത്രയും സമയം ഞാൻ എന്തിനാ ചെലവഴിച്ചത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും അല്ലെ. ഇങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ എങ്ങനെ ഒഴിവാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക.
നമ്മുടെ അനാവശ്യമായിട്ടുള്ള നമ്മുടെ സമയം കളയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ടൈമിനെ നമ്മൾ മാനേജ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റികളെ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.